ഈ മൂർത്തമായ സാഹചര്യത്തിലെങ്കിലും ഇങ്ങനൊരു നയം മാറ്റം ചെയ്ത സർക്കാരിനെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഒപ്പം എൻ്റെ ദുഃഖം, ഒരു 10-20 കൊല്ലത്തിന് മുമ്പെങ്കിലും ഇത് തുടങ്ങിയിരുന്നെങ്കിൽ വർഷം തോറും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും ഈ 20 കൊല്ലം മുമ്പ് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു നോളജ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കാനും കഴിയുമായിരുന്നു. നമ്മൾ കേരളത്തിലെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ കാണുമ്പോൾ ഈ 3.5 കോടി ജനങ്ങൾ അവിടെ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ കാണരുത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡിയറസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേരളം. എല്ലാവർക്കും വരാൻ താല്പര്യമുള്ള ടൂറിസ്റ്റുകൾക്കായാലും എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ മനുഷ്യരും ഇവിടുത്തെ ഫുഡും ഒക്കെ വളരെ ഡിയറസ്റ്റാണ്. കേരളത്തിന് നമുക്ക് ഒരു ഗ്ലോബൽ നോളജ് സെൻ്ററാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു സംശയമില്ല. മുന്നിലോട്ട് തടസ്സങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. കേരള, ഐ ബിലീവ് ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ ഫീൽഡ് ഫോർ എഡ്യൂക്കേഷൻ. 1. നമ്പർ 2, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വമ്പന്മാർ എൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞു. അസീം പ്രേംജി, LPU, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, അവരൊക്കെ ഇന്ത്യയിലെ വമ്പൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ്. അവരുടെ റാങ്കിങ് എല്ലാം A++ ആണ്. അമിറ്റിക്ക് മോർ ദാൻ 2 lakhs ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. LPUവിന്, ലവ്ലി പ്രൊഫഷണലിന് മോർ ദാൻ 35,000 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ വേറെ കണക്കൂടെ നോക്കിയായിരുന്നു. ഇന്ത്യയിൽ 1150 സർവകലാശാലകളിൽ 400 പ്രൈവറ്റ് സർവകലാശാലകളാണ്. ആ 400 നല്ല നമ്പരും A++ഉം A+ഉം Aയും കിട്ടി ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. ഇവർക്ക് ക്വാളിറ്റി ഇല്ല, നിലനിൽക്കാൻ പറ്റത്തില്ല. ക്വാളിറ്റിയോടുകൂടി ഒരു നല്ല ഫെർട്ടൈൽ ഫീൽഡ്, നല്ലൊരു സീഡിട്ട് നല്ല രീതിയിൽ വളരാൻ അനുവദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഒരുപാട് സർവകലാശാലകൾ വരാം. ഈ ഒരുപാട് സർവകലാശാലകൾ ഇവിടത്തേക്ക് വേണ്ടി മാത്രമല്ല, ഈ പറഞ്ഞ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 10 കൊല്ലത്തിന് മുമ്പ് വിസിറ്റ് ചെയ്തപ്പോൾ അന്നത്തെ ചാൻസലർ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സർ, വി ആർ ഹാവിങ് സ്റ്റുഡൻസ് ഫ്രം 28 നേഷൻസ്. ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് 50 നേഷനിൽ നിന്ന് 35,000 കുട്ടികളുടെ ഒരു വലിയ നമ്പർ 50 നേഷൻസ് എന്നാണ് വരുന്നത്. അതൊരു സൈഡ്, അത് നമ്മുടെ ഇൻറ്റേർണൽ ഇൻകം കൊണ്ടുവരുന്നതിന് സാധിക്കും. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലേറ്റായി പോയി, എന്തായാലും ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ. തമിഴ്നാടിൻ്റെ 58 യൂണിവേഴ്സിറ്റിയിൽ പകുതിയും 28ഓളം പ്രൈവറ്റാണ്. കർണാടകയിൽ 64 യൂണിവേഴ്സിറ്റിയിൽ 29ഓളം പ്രൈവറ്റാണ്. നമുക്കിവിടെ എത്ര എണ്ണമുണ്ട്? 18 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അമൃത പ്രൈവറ്റാണ്. പക്ഷേ അമൃതയുടെ സാങ്ഷൻ ഇവിടെയാണോ വെളിയിലാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ നമുക്ക് ഏതാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളു? ഉള്ളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന അമൃത എടുക്കൂ, A++ ആണ്. ദാറ്റ് ഈസ് എ ക്വാളിറ്റി. അവിടെയൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മുന്നോട്ട് പോകുമെന്നും ഇവിടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാവുമെന്നും ഇവിടുത്തെ കുട്ടികൾക്കും വെളിയിലുള്ള കുട്ടികൾക്കും ഒക്കെ മാറ്റം ഉണ്ടാവുമെന്നും മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളതൊക്കെ വളരെ വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഫീൽഡിൽ വരാൻ താല്പര്യമുള്ളവരെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തണം. അവർ വളരുന്നതോടുകൂടി നമ്മളും നമ്മുടെ ലോകത്തോടുള്ള റീച്ചും ഒക്കെ വളരെ വലുതാവും. നമ്മൾ അവരെ ഭയപ്പെടുത്തി ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാനിന്ന് ഇപ്പോൾ നമുക്ക് ആ കയ്യിലുള്ള DeepSeek ആണല്ലോ, DeepSeekൽ എടുത്തിട്ട് ചുമ്മാ ചോദിച്ചു, ISBയിലെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു. ISB, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, ഇറ്റ്സ് എ ലീഡിങ് ബിസിനസ് സ്കൂൾ ഇൻ ഇന്ത്യ, ഹൈദരാബാദിൽ. അവിടുത്തെ ഫീസ് 50,000 USD എന്ന് പറയുന്നത് 45 ലക്ഷം രൂപ. 2 കൊല്ലത്തെ MBA ആണ്. അതൊരു ഇവിടെ സിംബയോസിസ് യൂണിവേഴ്സിറ്റി പോയി നോക്കി, അവർക്ക് 20 ലക്ഷം രൂപയാണ്. വേറെ മറ്റ് പല യൂണിവേഴ്സിറ്റി നോക്കി, അമിറ്റിയൊക്കെ നോക്കി, അവിടെ 10 ലക്ഷം 15 ലക്ഷം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഫീസ് പിരിക്കാനല്ല പറയണത്. ഞാൻ പറയണത് അങ്ങനെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അവർ പ്രസൻറ്റ് ചെയ്യുമ്പം ഒരു സിലക്ഷൻ തന്നെ പ്രത്യേകമായിരിക്കും. കുട്ടികളെ എടുത്തിട്ട് 100% പ്ലേസ്മെൻ്റ് ആയിരിക്കും. അവരുടെ ക്വാളിറ്റി ഇൻ്റർനാഷണൽ ആയിരിക്കും, മോസ്റ്റ് ഡിയറസ്റ്റ് ആയിരിക്കും. ആ രീതി വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലും വരട്ടെ.